നിങ്ങളെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നത്, വേദനിപ്പിക്കാൻ പറ്റുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച്. ഇപ്പം കുറേ പേരുടെ പേര് മനസ്സിൽ വന്നു കാണും അല്ലേ? നിങ്ങളെ സ്ഥിരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പേര് ഒക്കെ ഇപ്പം മനസ്സിൽ വന്നു കാണും. പക്ഷെ അവർക്കൊക്കെ ശരിക്കും നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്തയല്ലേ അതിനൊക്കെ കാരണം? അവരൊക്കെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അതിന് കാരണക്കാരായി തീർന്നവർ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മുടി പച്ച കളറിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമോ? പ്രത്യേകിച്ച് ഇതെന്താണ്, നിശയ്ക്ക് വട്ടായോ, എന്താണ് ഈ പറയുന്നത് എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അതേസമയം ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു വിവരമില്ലാത്തവരാണ്. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ വീഡിയോസും കണ്ടങ്ങ് ഇരിക്കും, ടൈം കളയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് കുറേ ചീത്ത പറയണം. അതേപോലെ ആയിരിക്കും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നവർ, നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ ഞാനിനി അങ്ങനെയാണോ, ഞാൻ അവർ പറഞ്ഞ പോലെ ആണോ എന്നൊരു ചിന്താഗതി വന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു സെൽഫ് ഡൗട്ട് വന്നിട്ടല്ലേ അവർ പറഞ്ഞ വാക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചേ. ഞാൻ ആദ്യം പച്ചമുടിയാന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പക്ഷെ നിങ്ങൾ ചുമ്മാ വീഡിയോസും കൊണ്ട് സമയം കളയാന്ന് പറഞ്ഞപ്പം കുറച്ച് ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊരു ചെറിയൊരു എന്തോ ഒരു ഇത് വന്നു. അപ്പം ഹേർട്ട് ചെയ്യുന്നവർ പറയുന്നതും അങ്ങനെ എടുക്കുക. അത് അവർ പറയുമ്പം നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് ഡൗട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് വെർത്തോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ആ ബാക്കിയുള്ളവരുടെ വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കുന്നത്. അപ്പം ചുറ്റിനുള്ള ഒരു ഫാക്ടേഴ്സിനും ഒരു സിറ്റുവേഷൻസിനും ഒരാളുടെ വാക്കുകൾക്കും നമ്മളെ വേദനിപ്പിക്കാൻ പറ്റില്ല അൺലെസ് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അല്ലേ? അപ്പം നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ വേദനിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. പറയുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇതെന്താ ഈ പറയുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, സമയം എടുത്ത് ആലോചിക്കുക ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും നിങ്ങൾ മൈൻഡിൽ വിചാരിക്കുന്നുണ്ടാവും അതങ്ങനെ അല്ലല്ലോ ശരി, എന്നെ വേദനിപ്പിച്ചവരും ഇപ്പം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കതൊന്നും ഞാൻ വിചാരിച്ചാൽ എങ്ങനെയാണ് ഞാൻ അത് തടയുന്നത്? അവരല്ലേ എന്നെ വേദനിപ്പിക്കുന്നത്, ഞാൻ തന്നെ എന്നെ വേദനിപ്പിക്കുകയാണോ എന്നിപ്പം മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. ഈ വീഡിയോ വീണ്ടും കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യുക അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന്. ഓക്കെ.